ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബൈക്ക് 8 പ്രാക്ടീസ് ചെയ്യുന്നതും റോഡ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കുറച്ച് കാണിക്കുന്നുണ്ട്. കൂടുതലും നമ്മൾ ഇതുവരെ എങ്ങനെ നമ്മൾ വീഡിയോസിൽ പോയിട്ട് പുതിയ വീഡിയോ കാണണമെന്നും എങ്ങനെ പ്ലേലിസ്റ്റിൽ പോയിട്ട് വീഡിയോസ് കാണണം എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ടിൽ പോയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓൺലൈൻ എല്ലാം ടെസ്റ്റ് ചെയ്തുമ്പോഴും ഓൺലൈനിൽ സ്ലോട്ട് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. പിന്നെ കുറേ കമൻസ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കൂടുതൽ നിങ്ങൾ പല ഇട്ടിടുന്ന വീഡിയോസ് കാണിക്കുന്നുണ്ട്, അപ്പോൾ കണ്ട് മനസ്സിലാക്കുക. കൂടാതെ നമ്മുടെ ചാനലിൽ നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ ഹോം പേജ് പോലെ തന്നെ ചാനലിൽ വീഡിയോസ് എന്നുള്ള സെക്ഷൻ ഉണ്ടാവും, പിന്നെ പ്ലേലിസ്റ്റ് എന്നുണ്ടാവും. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിലുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കുറേ പ്ലേലിസ്റ്റുകളുണ്ട്. അതിൽ കാർ എച്ച് ടെസ്റ്റ് ടിപ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 3 വീഡിയോ, കുറേ വീഡിയോസ് കാണിക്കും. ഇപ്പോൾ 3 വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നുണ്ട്. ഒരു ചുമന്ന ബട്ടൺ ഉണ്ടാവും. ആ ചുമന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും 1 by 1 ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്ത് വന്നോളും. ഓക്കെ. അത് കൂടാതെ താഴെ ഹൗ ടു റൈറ്റ് ലേണർ ലൈസൻസ് എക്സാം എന്നുള്ള, അല്ലെങ്കിൽ ഫീ പേയ്മെന്റ് നടത്താൻ, അല്ലെങ്കിൽ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ DLന്റെ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ, അതിനൊക്കെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഓരോ വീഡിയോസ് ഏതൊക്കെയാണ് പേരും ടൈറ്റിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോ കണ്ട് മനസ്സിലാക്കിയെടുക്കാം. അതുപോലെ ഓണർ ലേണർ ലൈസൻസിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സിന്റെ ഒരു വീഡിയോസ് ഉണ്ട്. അതിൽ കുറേ ക്വസ്റ്റ്യൻസും ആൻസറും എഴുതുന്ന വീഡിയോസ് ആണ്. അത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേട്ട് മനസ്സിലാക്കിയെടുക്കുക. അതാണല്ലോ ഫസ്റ്റ് നമ്മൾ ലേണർ എക്സാം പാസ്സാവണം. 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 30 എണ്ണം പാസ്സായി എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ സ്ലോട്ട് ബുക്ക് ചെയ്ത് അതിന്റെ എക്സാമിന് ഗ്രൗണ്ടിൽ പോയി 8 ബൈക്കാണെങ്കിൽ 8 ടെസ്റ്റും റോഡ് ടെസ്റ്റും ഉണ്ടാവും. കാറാണെങ്കിൽ H ടെസ്റ്റും ഉണ്ടാവും, അതിന്റെ റോഡ് ടെസ്റ്റും ഉണ്ടാവും. അങ്ങനെ അതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ മാക്സിമം 1 മാസം കൊണ്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ വീട്ടിൽ കിട്ടും. ലേണർ ലൈസൻസിന്റെ കാലാവധി 6 മാസമാണ്. അത് കോവിഡൊക്കെ ആയതുകൊണ്ട് 1 ഇയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്കാണ് നിങ്ങൾക്ക് എക്സാം ഗ്രൗണ്ട് ടെസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല, കാരണം സ്ലോട്ട് കുറവാണ്. ഇപ്പോൾ ടെസ്റ്റ് കുറവായതുകൊണ്ട്, കോവിഡ് ആയതുകൊണ്ട്. ടെസ്റ്റ് കൂടി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാനും പറ്റും. ഒന്നുകിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ചിട്ട് അവരെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുക്ക് ചെയ്യാം. അല്ല, നിങ്ങൾ കാണിക്കും ചിലപ്പോൾ 60 ഡേയ്സിനില്ല, 30 ഡേയ്സിനില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പിറ്റേ ദിവസം നോക്കാതിരിക്കേണ്ട. ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കുക. പിന്നെ RTOയിൽ അന്വേഷിച്ചിട്ട് എന്നാണ് എക്സാം സ്ലോട്ട് അവൈലബിൾ ആവുന്നതെന്നൊക്കെ അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് സ്ലോട്ട് ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതുപോലെ പ്ലേലിസ്റ്റ് തന്നെ ബൈക്ക് 8 ടിപ്സ് ആൻഡ് പ്രാക്ടീസ് എന്നുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് കുറേ വീഡിയോസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് 4 പാർട്ടിനകത്ത് ഞങ്ങൾ എങ്ങനെയാണ് ടെസ്റ്റ് നടക്കുമ്പോഴുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ട്രിക്സും ടിപ്സും ഒക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പാർട്ട് 4ലും 5ലും നമ്മൾ ഗ്രൗണ്ടിൽ പോയിട്ട് ബൈക്കിന്റെ ടെസ്റ്റിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് മനസ്സിലാക്കുക. ബാക്കി 8 ഇടുന്നതും അതൊക്കെ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് അതുപോലെ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അവർ തരുന്ന നിർദ്ദേശപ്രകാരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലോണം പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ, ഗ്രൗണ്ടിൽ പോകുമ്പോൾ ഒരു തവണ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവുള്ളൂ 8 ഇടാൻ വേണ്ടിയിട്ട്. ആ അതിൽ ഓഫ് ആവാതെ നമ്മളെ കമ്പിമേലൊന്നും തട്ടാതെ നല്ല രീതിയിൽ 8 ഇട്ട് കഴിഞ്ഞാൽ റോഡ് ടെസ്റ്റ് കൂടി കഴിഞ്ഞാൽ അവർ പാസ്സായതായിട്ട് പ്രഖ്യാപിക്കും. അതുപോലെ പാർട്ട് 6ലും 7ലും ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് പോയിട്ട് വീഡിയോസ് ഒക്കെ കണ്ട് മനസ്സിലാക്കുക. അതുപോലെ പുതിയതായിട്ട് ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഒക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ചേരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഷെയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അവിടെ പോയി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് എന്തെങ്കിലും ഡൗട്ടും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് പറ്റുന്നതിനൊക്കെ ആൻസർ ചെയ്യാം. പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങൾക്ക് അതിന് റിപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഡൗട്ട് അതിനകത്തുണ്ടെങ്കിലും അതിനകത്ത് കയറിയിട്ട് കമൻറ്റ് ചെയ്യാം. കമൻസ് ഒക്കെ വായിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുക. കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഏത് ടൈപ്പ് വീഡിയോ ആണ് അടുത്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഓരോ RTOയുടെയും അവിടുത്തെ ടെസ്റ്റിൻ്റെ എണ്ണവും എല്ലാം വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച്
കാര്യങ്ങളൊക്കെ അവിടുത്തെ RTOയിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിലും അന്വേഷിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് വെക്കുക. പുതിയതായിട്ട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്